ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കിച്ചൺ ഡെക്കോർ ആയിട്ടാണ് കേട്ടോ. കേക്ക് ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടുന്ന വളരെ കുറച്ച് ഐറ്റംസും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഈ കിച്ചൺ ഡെക്കോർ ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതാ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് കുരുമുളകിൻ്റെ ഒരു കൊലയാണ്. അതുപോലെ തന്നെ തേങ്ങയുടെ ബാക്കിലുള്ള പൂവ്, അതുപോലെ അടക്കയുടെ ബാക്കിലുണ്ടാവുന്ന പൂവ്, അതുപോലെ സപ്പോട്ടയുടെ സീഡ്, പിന്നെ എന്തോ ഒരു വള്ളി കിട്ടിയത് അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താ എടുത്ത് വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ കുറച്ച് തെങ്ങിൻ പൂക്കലയിൽ വരുന്ന പൂവില്ലേ, ആ സംഭവം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പനയുടെ സീഡും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പനങ്കുരു എന്നൊക്കെ പറയും, അതും കൂടിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് കൊണ്ട് നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് കിച്ചൺ ഡെക്കോർ ചെയ്യാമെന്ന് നോക്കാം. പിന്നെ ഇതാ നമുക്ക് കിട്ടുന്ന മരത്തിൻ്റെ സ്പൂണും എന്താ പറയുക നൈഫും അതുപോലെ തന്നെ ഫോർക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രൗൺസിൻ്റെ കളറും ഫാൻ ബ്രഷുമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു സ്പ്രേ പെയിൻറ്റ്, ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ഒരു സ്പ്രേ പെയിൻറ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ കേക്ക് ബോർഡിലേക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇതിൽ വേറെ വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തെടുക്കുന്നില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നേ ഉള്ളൂ. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാനിങ്ങനെ എപ്പോഴും വീട്ടുപറമ്പിലൊക്കെ ഇങ്ങനെ കിടന്ന് നടക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കും, ഇനി എന്താ ചെയ്യാൻ പറ്റുക, ഇതുകൊണ്ട് എങ്ങനെ നല്ലൊരു രീതിയിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും. അപ്പോൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഐഡിയാസൊക്കെ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്താ പറയുക, ചിന്തിക്കുന്നില്ല ഒരുപാട് കാര്യങ്ങൾ. കാരണം അവർക്ക് എല്ലാം റെഡി ടു ഫീഡായിട്ട് കിട്ടുകയാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് കൊടുത്തു നോക്കിയാൽ അവരോടൊന്ന് അതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ആദ്യം പോയി ചെയ്യുന്ന കാര്യം എന്താ, ഗൂഗിളിനകത്തോട്ട് സെർച്ച് ചെയ്യും. അവിടുന്ന് കോപ്പി ചെയ്യാവുന്ന കാര്യങ്ങൾ കോപ്പി ചെയ്യണം. ഇവരിങ്ങനെ ചിന്തിക്കുന്നില്ല, നമുക്കിനി ഇതിനെക്കുറിച്ച് എന്തൊക്കെ അറിയാം, നമ്മൾ എങ്ങനെയൊക്കെ എഴുതാം, അങ്ങനെയൊന്നും നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ചെയ്തിരുന്ന പോലെയൊന്നും നമ്മുടെ കുഞ്ഞുമക്കൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ ഒരു ബ്രെയിൻ എക്സസൈസ് എന്നുള്ള രീതിയിൽ പാരൻസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. അവരോട് പറയാം, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാനൊക്കെ പറയാം. മനോഹരമായ സാധനങ്ങൾ അവരെ കൊണ്ട് ഉണ്ടാക്കി വെച്ചെടുക്കുക. അവരെ കഴിവുകളും വളരട്ടേന്നേ. അപ്പോൾ എന്താ പറയുക, ഞാനൊക്കെ പഠിപ്പിച്ചിരുന്നത് ബ്രിട്ടീഷ് കരിക്കുലത്തിലായിരുന്നു. അപ്പോൾ അന്നേരം അവിടുത്തെ മെയിൻ എയിം എന്ന് പറയുന്നത് കുട്ടികൾക്ക് തിങ്കിങ് എബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റഡീസിനേക്കാൾ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് തിങ്കിങ് എബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട്ടികളിൽ എങ്ങനെ ചിന്താശക്തി വളർത്തിയെടുക്കാം, അവരെ കൊണ്ട് എങ്ങനെ സ്വയം ഓരോന്ന് കണ്ടെത്തി ചെയ്യാം എന്നൊക്കെ പഠിപ്പിക്കലാണ് അവിടെ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറയാം, നമ്മുടെ നാട്ടിലും അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് വരണമെന്ന് എനിക്ക് തോന്നുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ബ്രെയിൻ എക്സസൈസ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് ഇതുപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവരോട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാൻ പറയാം. അപ്പോൾ നമ്മുടെ കിച്ചൺ ഡെക്കോർ ഞാനിവിടെ ഇങ്ങനെ ഓരോന്നും സാധനങ്ങളായിട്ട് ഇങ്ങനെ കേക്ക് ബോർഡിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഞാൻ ഈ കേക്ക് ബോർഡിൽ ആദ്യം ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് അടിച്ച് നോക്കിയിട്ട്, പക്ഷേ അത് ഇത്ര ഒരു പെർഫെക്ഷൻ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ഡാർക്ക് ബ്രൗണിൻ്റെ സ്പ്രേ പെയിൻറ്റും കൂടി ഇനി യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഇതിലിങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് എങ്ങനെയൊക്കെ അവിടെ ഭംഗി എന്തൊക്കെ ഒട്ടിച്ചാലാണ് ഭംഗി വരികയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ഓർഡർ വൈസിലൊന്നല്ല ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. എനിക്ക് എങ്ങനെ ഒട്ടിച്ച് വരുമ്പോൾ ഭംഗി തോന്നുന്നു അതിനനുസരിച്ചാണ് ഞാനിവിടെ ഓരോന്നും ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ വലിയ പണികളൊന്നുമില്ല. അതാ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞു. പിന്നെ സ്പ്രേ പെയിൻറ്റ് അടിക്കുക, അതിൻ്റെ മുകളിൽ ബ്രോൺസ് കളർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും, അത്രയേ ഉള്ളൂ. ഒരുപാട് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനിവിടെ ചെയ്തെടുക്കുന്നില്ല. എല്ലാം ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മളിതങ്ങനെ ബ്രൗൺ സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ ആൻറ്റിക് ടൈപ്പിലൊക്കെ ചെയ്യുമ്പം കുറച്ച് ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ ഒരു ആൻറ്റിക് മോഡലാണ് മനസ്സിൽ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ബ്രോൺസ് കളറ് മെറ്റാലിക് ഷെയ്ഡ് ആക്രിലിക് പെയിൻ്റ് ആണ് ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നത്. ഫാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ അടിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് ഫുള്ള് ഈ മെറ്റാലിക് ഷെയ്ഡ് കൊടുത്ത് എടുക്കാം. അപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിട്ടുള്ള ആൻറ്റിക് മോഡൽ കിച്ചൺ ഡെക്കോർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ വലിയ കാശലവൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മാത്രമല്ല എല്ലാവരും ഓർക്കുക, ഇനി ഇടുന്ന എല്ലാ വീഡിയോസിലും ഗിവ് അവേക്കുള്ള ക്വസ്റ്റ്യൻസും കൂടി കാണും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. കഴിവതും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക.
ഇതുപോലുള്ള ഓരോ കഴിവുകൾ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ കലകൾ ചെയ്ത് നോക്കുക. അപ്പോൾ ആർട്ട് വർക്കുകളൊക്കെ ചെയ്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക കഴിവതും അല്ലേ. നമ്മുടെ മൈൻഡിനൊക്കെ ഒത്തിരി റിലാക്സേഷനാണ് ഈ വക വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബും കൂടി ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ കഴിവതും.